എല്ലാവരും കണ്ടോന്ന് എനിക്കറിയത്തില്ല, എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മിൻമിനി എന്ന് പറയുമ്പോൾ തന്നെ ചിന്ന ചിന്ന ആസൈ, പിന്നെ പാക്കാതെ ഞങ്ങളുടെ എൻ്റെയൊക്കെ ഒരു ക്യാമ്പസ് ഡിഗ്രി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ക്രേസായിരുന്നു മിൻമിനിയുടെ സൗണ്ട്, പാട്ടുകളൊക്കെ. അപ്പം പിന്നെ പെട്ടെന്ന് അവർ അപ്രത്യക്ഷമായി. അപ്പോൾ ഇങ്ങനെ എവിടേക്കോ വായിച്ചിട്ടുണ്ട് അവർക്ക് ത്രോട്ടിന് എന്തോ പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. ശരിക്കും അത് ഞാൻ പകുതി വെച്ച് നിർത്തി. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് കണ്ടു തുടങ്ങിയത്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അത് കാണുന്ന ആർക്കും അത് അങ്ങനെ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. കാരണം അവരിപ്പോഴും ആ ഒരു ട്രോമയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ ആ സൗണ്ട് പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഒരു മെൻ്റൽ ട്രോമയിൽ നിന്നും അവർക്ക് ഉണ്ടായ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ ഒരു സൗണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കൊക്കെ സൗണ്ട് നഷ്ടപ്പെടാന്ന് വെച്ചാൽ അവരുടെ ഒരു ട്രോമ എന്തായിരിക്കും. പക്ഷെ ആ ഒരു ട്രോമ അവരിൽ ഉണ്ടാവാനുള്ളൊരു കാരണം ഒരു വ്യക്തി, അത് നമ്മളൊക്കെ, ഞാൻ ആ പേര് പറയാനോ ഒന്നുമല്ല ഞാൻ പറയുന്ന, നമ്മളൊക്കെ ഇത്രയും ആരാധിക്കുന്ന, ശരിക്കും സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അല്ലേ. നമുക്ക് നൃത്തമാണെങ്കിലും പഠിച്ചെടുക്കാം, പക്ഷെ സംഗീതം അങ്ങനല്ല. ദൈവത്തിൻ്റെ ഒരു ഭയങ്കര വരദാനമാണ് പാട്ട് പാടാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് തോന്നുന്ന, നമ്മൾ അത്രയും ആരാധിക്കുന്ന സംഗീതത്തിൻ്റെ ഏറ്റവും മേലെ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർക്കുണ്ടായ, അപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്കുണ്ടായ ട്രോമ. അവർ പറയുന്നുണ്ട് അവർക്ക് 21-22 വയസ്സേ ഉള്ളൂ. ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ ആ ഒരു ട്രോമയിൽ അവരുടെ ലൈഫ് എങ്ങനെ ഏത് ലെവലിൽ പോകണ്ടായിരുന്നു. ശരിക്കും എനിക്കത് ഞാൻ പറഞ്ഞു നിർത്തിയാണ് ഞാനത് കണ്ടത്. ആ വീഡിയോ ഫുൾ കണ്ടത് നിർത്തിയതെങ്കിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം വന്നു. പലരും ഉണ്ട് കേട്ടോ ഇങ്ങനെ. ഈ ഒരു ഗുരുനാഥനാണ്, അവരുടെ ഒരു ഗുരുനാഥൻ തന്നെയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കും, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അത് +2 വെച്ചിട്ട് അതിൻ്റെ ക്ലാസ് ടീച്ചറുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷേ ആ സ്കൂളിൽ അവിടെ ആ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്താണ് ശരി എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഇതിന് നല്ല മാർക്ക് കിട്ടി. അപ്പം ഇതിന് ടീച്ചറിൻ്റെ അടുത്ത് ചെന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്യണം. ടീച്ചറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ശാപം അങ്ങനെ തന്നെ പറയാം, മനസ്സിൽ വേണ്ട. അങ്ങനെ ഈ കുട്ടി സോറി പറയാൻ ചെന്നപ്പോഴും അവര് മുഖം കൊടുത്തില്ല. അപ്പം അത് കഴിഞ്ഞത് ഡിഗ്രിക്ക് കോളേജിലെത്തുമ്പോൾ, ഞാൻ ആ കോളേജിൽ ഫ്രീലാൻസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് വന്ന് എൻ്റെ അടുത്ത് പറയുന്നത്, നല്ല മാർക്കുണ്ട്, മിടുക്കി കുട്ടിയാണ്. അപ്പം ഇത് പറയുമ്പോൾ ആ കുട്ടി കരയാണ്. നമ്മൾ ശരിക്കും മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ഒരു കമൻസ് ഉണ്ടല്ലോ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ. ഇത്ര നാളത്തെ ട്രോമയാണ്. കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കാണണം ആ ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ മിൻമിനിയുടെ ആ പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതിന് ഓളമായിരുന്നു ക്യാമ്പസിൽ. അവരെ വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം വന്ന്. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രയേ ഉള്ളൂ. മനസ്സിൽ വരുന്നൊരു ട്രോമ നമ്മുടെ ശരീരത്തിനെ എത്ര കണ്ട് ബാധിക്കും എന്നുള്ളതാണ്. നിസ്സാരമല്ലത്. ട്രോമ ഹീലിംഗ് എന്ന് പറയുന്നൊരു സംഭവം നിസ്സാരമല്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ.